മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തുമായിരുന്ന ശ്രീനിവാസനായി എറണാകുളം കണ്ടനാട് സ്മാരകമൊരുങ്ങുന്നു. ശ്രീനിവാസന്റെ പ്രിയപ്പെട്ട കൃഷിയിടമായ പുന്നച്ചാൽ പാടശേഖരത്തിൽ നാട്ടുകാർ നിർമ്മിച്ച സ്മാരകം നടൻ സിദ്ദിഖ് അനാവരണം ചെയ്തു. മനുഷ്യ മനസ്സുകളെ തൊടുന്ന തിരക്കഥകൾക്കൊപ്പം മണ്ണിനെയും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച കലാകാരനായിരുന്നു ശ്രീനിവാസൻ. കണ്ടനാട്ടുകാർക്ക് ശ്രീനിവാസൻ സിനിമാ താരം മാത്രമായിരുന്നില്ല, മണ്ണറിഞ്ഞ് പണിയെടുത്ത ഒരു കർഷകൻ കൂടിയായിരുന്നു. കൃഷിയെ മറന്നു തുടങ്ങിയ നാടിനെ വീണ്ടും മണ്ണിനെ സ്നേഹിക്കാൻ പ്രേരിപ്പിച്ച പ്രകൃതി സ്നേഹി. ആ സ്മരണകൾ നിലനിർത്താനാണ് പുന്നച്ചാൽ പാടശേഖരത്തിൽ കണ്ടനാട്ടുകാർ സ്മാരകം നിർമ്മിച്ചത്. ശ്രീനിവാസന്റെ ജന്മദിനത്തിൽ സുഹൃത്തും നടനുമായ സിദ്ദിഖാണ് സ്മാരകം നാടിന് സമർപ്പിച്ചത്. തന്റെ പ്രിയ സുഹൃത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സിദ്ദിഖ് വികാരാധീനനായി. ഇന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരാളുടെ ഒരു സ്മാരകം വന്ന് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരുമെന്നൊരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ എന്ത് കാര്യത്തിന് വിളിക്കുമ്പോൾ ഓടിയെത്തിയ ശ്രീനേട്ടൻ്റെ ഒരാവശ്യത്തിന് ശ്രീനേട്ടൻ ഇല്ലെങ്കിൽ പോലും എനിക്ക് പങ്കെടുക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ വന്നത്. ഞാനിവിടെ നിന്ന് ആലോചിക്കുന്നത് മുഴുവൻ ഇന്ന് ശ്രീനേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചടങ്ങിൽ ശ്രീനേട്ടൻ വരികയും നമ്മളെല്ലാം ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കാഴ്ചവെക്കുകയും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കമൻറ്റുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യായിരുന്നു. ശ്രീനിവാസൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്കൊപ്പം തന്നെ പ്രധാനമാണ് കൃഷിക്ക് നൽകിയ പ്രോത്സാഹനങ്ങളെന്ന് കെ ബാബു MLA. ശ്രീനിവാസൻ ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിൽ, തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ, സംവിധായകൻ എന്നുള്ള നിലയിൽ, പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത, മലയാള കരയ്ക്ക് മറക്കാനാവാത്ത ആളാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനൊരു ചരിത്രം കൂടി ശ്രീനിവാസനുണ്ട്. അത് തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് വളരെയേറെ പ്രചോദനവും നൽകുന്നതാണ്. കണ്ടനാട്ടിലെ ജനങ്ങളും കർഷകരും ഒത്തുചേർന്ന ചടങ്ങിൽ സിനിമാ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് മലയാളം, കൊച്ചി.